അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പറഞ്ഞിരുന്നത്? ആരെങ്കിലും ഒരാൾ പറയും, കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പറഞ്ഞിരുന്നത്? ഈ ഭാഗത്തെ ഫസ്റ്റ് ബെഞ്ച് തന്നെ ആയിക്കോട്ടെ. ഈ ഭാഗത്തെ ആ ഫസ്റ്റ് ബെഞ്ച് തന്നെ ആയിക്കോട്ടെ. അതിലത്തെ ഒരാൾ പറയും. ആരാ പറയാ? അപ്പം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. ധൈര്യത്തിൽ പറഞ്ഞോ, കുഴപ്പമില്ല. പറയും. അപ്പോൾ പറഞ്ഞോ. പിന്നെന്തൊക്കെ പറഞ്ഞോ? പിന്നെ എന്തും പറഞ്ഞോ. അപ്പോൾ ചെറിയ ഐഡിയ ഒക്കെ ഉണ്ട് അല്ലേ? സിഫത്തിനെ കുറിച്ച് പറഞ്ഞു. സിഫത്ത് എന്താണെന്ന് പറഞ്ഞു. അതിനുള്ള കിസ്മുകളും പറഞ്ഞു. ഒരു കിസ്മ ഒരാൾ പറഞ്ഞാണ്, ഈ ഭാഗത്തെ ഒരാൾ പറഞ്ഞാണ്, ഈ ഭാഗത്തു നിന്ന് ഒരാൾ പറയും. ഒരു കിസ്മ അറിയും. കിസ്മിലായിട്ട് ഏതെങ്കിലും ഒന്ന് പറഞ്ഞോളി. ധൈര്യത്തിൽ പറടാ. ആരാ പറയാ? മാഷാ അല്ലാ. ആ നിൽക്കണ ആളിനെ പറയും. മിഖ്ദാരി അല്ലേ? മിഖ്ദാരി. വേറെയും കുറേ ഉണ്ടല്ലോ. ജമീരി, അദദി, ദാത്തി, അപ്പോൾ ഒരുപാടുണ്ട്. ഏതായാലും ഇനി നിങ്ങളിപ്പോൾ കുറേ കാര്യങ്ങൾ പഠിച്ചോ. സിഫത്ത് ജമീരി എന്താ നിങ്ങൾ പഠിച്ചോ. മിഖ്ദാരി എന്താ പഠിച്ചോ. സിഫത്ത് അദദി എന്ന് പറഞ്ഞാൽ മനസ്സിലായി. സിഫത്ത് ദാത്തി എന്ന് പറഞ്ഞാൽ മനസ്സിലായി. നസബി മനസ്സിലായല്ലോ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, താഴെ കൊടുത്തിട്ടുള്ള ജുംലകളിൽ സിഫത്തുകളെ വ്യത്യസ്തമായിട്ട് വെവ്വേറെ എങ്ങനെ എന്ത് ചെയ്യുക, വേർതിരിക്കുക. ഏതാണ് സിഫത്ത് ജമീരി, ഏതൊക്കെയാണ് സിഫത്ത് മിഖ്ദാരി, സിഫത്ത് അദദി, സിഫത്ത് ദാത്തി, സിഫത്ത് നസബി ഒക്കെ വെവ്വേറെ വേർതിരിച്ച് എഴുതാനുള്ളതാണ് കേട്ടോ. नीचे दिए हुए जुमलों में से सिफतों को अलग करके लिखिए. താഴെ കൊടുത്തിട്ടുള്ള ജുംലകളിൽ നിന്നും സിഫത്തുകളെ അലഗ് കർക്കെ വെവ്വേറെയാക്കിയിട്ട് വേർതിരിച്ച്. അലഗ് കർണ പറഞ്ഞാൽ വേറെയാക്കുക, വേർതിരിക്കുക. അതിനാണ് എന്ത് പറയുക? അലഗ് കർണ. അപ്പോൾ വെവ്വേറെയാക്കിയിട്ട് ലിഖിയേ എഴുതോ. ലിഖിനായ എന്നുള്ളത് ജമാക്കി പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ലിഖോ എന്ന് ഒരാളോടൊക്കെ പറയും അല്ലേ? കുറേ ആളോടാകുമ്പോൾ ലിഖിയേ എന്നറിയാം, ജമാക്കിയിട്ട് പറയാം. അപ്പോൾ നിങ്ങൾ എഴുതോ, എല്ലാവരും എഴുതണം, ആരും എഴുതാതിരിക്കരുത്. അതിനാണ് അങ്ങനെയൊക്കെ പറയണത്. ഞങ്ങളിൽ കുറച്ചാൾ എഴുതിയില്ല ഉസ്താദ് എന്ന് പറയണ്ട, എല്ലാവരും എല്ലാം എഴുതണം. മനസ്സിലായല്ലോ? മനസ്സിലായില്ലേ? ഓക്കെ. ഒന്നാമത്തത്, റഷീദ് ठंडा പാനി പീതാ ഹേ. ശരിക്കും ശ്രദ്ധിക്കണം. ഇസ്മ ഏതാണ് നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, അറിയാലോ. ഏതാണ് ഇസ്മ? യെസ്, ठंडा പാനി പീതാ ഹേ, തണുത്ത വെള്ളം കുടിക്കുന്നു. അത് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏതാണ് സിഫത്ത് എന്ന്, അല്ലേ? ഓക്കെ. പീതാഹറ കുടിക്കുന്നു, ടണ്ടറ തണുത്ത. കോൾഡ് വാട്ടർ നമ്മൾ കണ്ടിട്ടില്ലേ? നമ്മൾ ഓരോ സ്ഥലങ്ങളിലൊക്കെ വെച്ചിട്ടുണ്ടാവും കോൾഡ് വാട്ടറും ഹീറ്റ് വാട്ടറും ഒക്കെ, ആവശ്യാനുസരണം കുടിക്കാൻ. അപ്പോൾ റഷീദ് തണുത്ത വെള്ളം കുടിക്കുന്നു. വോ ലോഗ് ബഹുത് ഖുശൈ. ആ ജനങ്ങളുണ്ടല്ലോ, എന്താ ഓലൊരു സന്തോഷിച്ചിട്ടാ, എന്തോ ഒരു സന്തോഷം ഓൽക്ക്. കാരണം ഒരു ടൂറ് പോയിക്കാണേ. എടുക്ക പോയതറിയോ? മൃഗശാലയ്ക്ക്. പിന്നെ സന്തോഷമില്ലായിരിക്കോ? അവിടുത്തെ ഓരോ മൃഗങ്ങളുടെ ഓരോ കാട്ടിക്കൂട്ടലൊക്കെ കണ്ടിട്ട് ഒരു ചിറിച്ച് കളിച്ചാണ്, ഭയങ്കര സന്തോഷത്തിലെ പോലെ. അപ്പോൾ ഓലോ ആ ജനങ്ങൾ, ജനങ്ങളെന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ടാവും, അത് നിങ്ങൾ സങ്കല്പിച്ചാൽ മതി. അപ്പോൾ ഇത് സിഫത്ത് ഏത് രീതിയിലാണ് പെടുക എന്ന് നിങ്ങൾ പറയാം. ഇപ്പം തന്നെ പറയണോ? ഇപ്പം തന്നെ പറയുന്ന അഭിപ്രായം ഉണ്ടോ ആർക്കെങ്കിലും? ഇപ്പം തന്നെ പറയണോ? ആണേ പറയാം. ഇപ്പം തന്നെ പറയണോ? ചില ആളുകൾക്ക് ഇപ്പം തന്നെ പറയണമെന്നുണ്ട്. നിങ്ങൾ മനസ്സിൽ പറഞ്ഞോളൂ കേട്ടോ.
ഏ മറ്റേത് നിങ്ങൾ ഉറക്കെ പറഞ്ഞാൽ അടുത്തുള്ളവർ കേൾക്കൂലേ അപ്പോലെ എഴുതൂലേ? മനസ്സിൽ ഇങ്ങനെ പറഞ്ഞോളി കേട്ടോ. ആരും അങ്ങോട്ടൊന്നും പറയണ്ട. ഫോർവേഡൊന്നും ചെയ്ത് കൊടുക്കണ്ട കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും. ആ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുക. നിങ്ങളെ കഴിവ് അപ്പോഴേ വികസിക്കുള്ളൂ. നന്നായി മനസ്സിലാക്കണം, അപ്പോൾ നിങ്ങളുടെ കഴിവ് വികസിക്കുമല്ലോ. പിന്നെ മേ അപ്പിനെ ചോട്ടെ ബായിക്കെ സാത്ത് കേൾത്താവും, ഞാൻ എൻ്റെ ചെറിയ സഹോദരനോട് കൂടെ കളിക്കും. കളിക്കുന്നു, കളിക്കുമെന്നല്ല കളിക്കുന്നു. ഞാൻ എൻ്റെ ചെറിയ സഹോദരനോട് കൂടെ കളിക്കുന്നു. മനസ്സിലായല്ലോ? സാത്ത് പറഞ്ഞ കൂടെ, എന്നുള്ള അർത്ഥത്തിനാണ് നമ്മൾ സാത്ത് എന്ന് ഉപയോഗിക്കുക. നിങ്ങൾക്ക് അറിയാലോ, കൂടെ എന്നുള്ള അർത്ഥത്തിന്. ഖുർആൻ ഷരീഫ് നാപ്പാക്ക് ഹാത്തോൻ സെ നഹി ചൂനാ ഹേ. ഖുർആൻ ഷരീഫ് വേറെ എന്താ? നമ്മുടെ ഖുർആന്, പരിശുദ്ധമാക്കപ്പെട്ട ഖുർആന് നാപ്പാക്ക് ഹാത്തോൻ സെ, ശുദ്ധമല്ലാത്ത കരങ്ങളാൽ, നഹി ചൂനാ ചാഹിയേ, തൊടരുത്. മനസ്സിലായല്ലോ? തൊടരുത്. മേ അപ്പിനെ ഘർ സെ ഏക് ഗരം ചായ പീക്കർ ആത്താ ഹൂം. ഞാൻ അപ്പിനെ ഘർസെ, എൻ്റെ സ്വന്തം വീട്ടിൽ നിന്ന്, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എന്നുള്ളതിന് മേ അപ്പിനെ ഘർസെ എന്നാ പറയാം. ഞാൻ എൻ്റെ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ, എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ, അയൽവാസിൻ്റെ അവിടെ നിന്നൊന്നുമല്ല, അല്ലെ എളാപ്പാൻ്റെ പേരിൽ നിന്നും മൂത്താപ്പാൻ്റെ പേരിൽ നിന്നൊന്നുമല്ല ഞാൻ ചായ പിടിച്ച്. എൻ്റെ പേരിൽ നിന്ന് തന്നെ, സ്വന്തം പേരിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പിനെ എന്ന് പറഞ്ഞ കേട്ടോ. മേ അപ്പിനെ ഘർസെ ഏക്ക് ഗരം ചായ, ഒരു ചൂടുള്ള ചായ, പീക്കറാത്താവും, കുടിച്ചിട്ടാണ് ഇപ്പോൾ വരുന്നത്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്നും ഒരു ചൂടുള്ള ചായ കുടിച്ചിട്ടാണ് വരുന്നത്. ഇതിലൊക്കെ സിഫത്തുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾ എഴുതുക. ആരും വിളിച്ചൊന്നും പറയണ്ട. ഓരോരുത്തർക്ക് സിഫത്തിന് കിട്ടിയപ്പോൾ ഇപ്പം തന്നെ വിളിച്ചു പറയാം. അപ്പം ആരും വിളിച്ചു പറയരുത് കേട്ടോ. നിങ്ങളാകെ പ്രശ്നം ഉണ്ടാക്കല്ലേ. ഇപ്പോൾ വിളിച്ചു പറയരുത് കേട്ടോ. ഖാലി ജഗ മുനാസബ് സിഫത്തോൻ സെ പുർ കീജിയെ, വിട്ട ഭാഗമുണ്ടല്ലോ അവിടെ യോജിച്ച സിഫത്തുകളോട് നിങ്ങൾ എന്ത് ചെയ്യുക? പൂർത്തിയാക്കുക. മേ ഡാഷ് പൽസ നിഫ്രത് കർത്താവും, ഞാൻ ഡാഷായ പയം വെറുക്കുന്ന ആളാണ്. അങ്ങനത്തെ പയം ഉണ്ടല്ലോ, എങ്ങനത്തെ നിങ്ങൾ ആലോചിച്ചിട്ട് എഴുതട്ടോ. ഡാഷ് ലഡ്കോങ്കി സബ് ലോഗ് മഹബത് കർത്തേ ഹൈ, ഇങ്ങനെയുള്ള കുട്ടികളുണ്ടല്ലോ അവരോട് എല്ലാ ആളുകൾക്കും ഭയങ്കര ഇഷ്ടമാണ്. എങ്ങനെയുള്ള ആളുകളാണ് നിങ്ങൾ എഴുതണം? മാൽദാർ ഹർ വക്ത് ഡാഷ് കപ്പടെ ഖരീദത്തെ ഹൈ, സമ്പത്തുള്ള ആള് എല്ലാ സമയവും ഡാഷ് വസ്ത്രമാണ് വാങ്ങുന്നത്. അല്ലേ? മനസ്സിലായോ? സമ്പത്തുള്ള ആൾ എപ്പോഴും ഡാഷ് വസ്ത്രങ്ങളാണ് വാങ്ങുന്നത്. പിന്നെ താജ്മഹൽ ഏക്ക് ഡാഷ് ഇമാരത്ത് ഹേ, താജ്മഹൽ ഇങ്ങനെയുള്ള ഒരു കെട്ടിടമാണ്. എങ്ങനെയുള്ള എന്ന് നിങ്ങൾ എഴുതണം, യോജിച്ചത് വെക്കണം. ഡാഷ് ബച്ചെ ഹർ മൈതാൻ മേ കാമിയാബ് ഹോത്തെ ഹൈ, ഡാഷ് ഇങ്ങനെയുള്ള കുട്ടികൾ, ഇങ്ങനെയൊക്കെയുള്ള കുട്ടികൾ എല്ലാ മൈതാനിയിലും കളിസ്ഥലങ്ങളിലും കാമിയാബ് വിജയിക്കുന്നു. മനസ്സിലായോ? എങ്ങനെയുള്ള കുട്ടികളാണെന്ന് നിങ്ങൾ എഴുതണം സിഫത്ത് വെച്ചെടുത്തിട്ട്. അപ്പോൾ യോജിച്ച സിഫത്തുകൾ ഓരോന്നിനും ഉണ്ടാവും, ഉണ്ടാവാതിരിക്കൂല. ഉണ്ടായതുകൊണ്ടാണ് മുനാസബ് സിഫത്ത് വൻസ എന്ന് പറയുന്നത്. ഇനി ഉസ്താദേ യോജിച്ച സിഫത്തൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് വരണ്ട. ആലോചിച്ചിട്ടൊക്കെ നിങ്ങളുടെ കുടുംബക്കാരോടൊക്കെ ചോദിക്കുക. അറിയുന്ന ആളുകൾ, ഉറുദു അറിയുന്ന പോലെ ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നിങ്ങൾ ഡിക്ഷണറി ഒക്കെ ഉണ്ടാവില്ലേ വീട്ടിൽ, എന്തെങ്കിലുമൊക്കെ അല്ലെ അയൽവാസിൻ്റെ ഇടയിൽ ഉണ്ടാവില്ലേ, അന്വേഷിച്ചിട്ടൊക്കെ എഴുതുക, ചോദിക്കുക. മനസ്സിലായല്ലോ? പിന്നെ 5 ജുംല ലിഖിയെ ജിൻമേ സിഫത്ത് കി 5 കിസ്മേ മുസ്തമിൽ ഹോ. 5 ജുംല ഉണ്ടാക്കാൻ, ആ 5 ജുംലയിൽ എന്ത് വരണം എന്നറിയോ? സിഫത്തിന് 5 കിസ്മുണ്ട് പറഞ്ഞു. ആ 5 കിസ്മും അതിൽ വരണം. അങ്ങനത്തെ 5 ജുംലകൾ നിങ്ങൾ ഉണ്ടാക്കുക. ഉണ്ടാക്കാൻ എന്താണെന്ന് മനസ്സിലായോ? 5 ജുംല ഉണ്ടാക്കൽ എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഈ 5 കിസ്മ പറഞ്ഞില്ലേ, ജമീരി, മിഖ്ദാരി, അദദി,
ദാത്തി നസബി എന്ന് പറഞ്ഞില്ലേ, ഇതൊക്കെ എന്ത് ഉൾക്കൊള്ളണം. അങ്ങനെ ഒരു 5 ജുംല ഉണ്ടാക്കുക. അപ്പോൾ ഓരോന്നിലും ഓരോന്ന് ഉൾക്കൊള്ളണം. ഒരു ജുംല ഉണ്ടാക്കുമ്പോൾ അതിൽ ദമീർ വരണം, ഒന്നിൽ മിഖ്ദാരി വരണം, ഒന്നിൽ അദദി വരണം, ഒന്നിലെന്ത് വരണം, ദാത്തി വരണം, ഒന്നിൽ നസബി വരണം. മനസ്സിലായല്ലോ? എല്ലാം റെഡി ആയതൂലേ? എന്താ മിണ്ടാത്ത? റെഡി ആയതൂലടാ? ഇൻഷാ അല്ലാ റെഡി ചെയ്തട്ടോ. അസ്സലാമു അലൈക്കും.